ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നല്ല മഴയായിരുന്നു. മഴ പെയ്യാണെങ്കിലും നമുക്ക് ഇടയ്ക്കൊരു തോർച്ചയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു മഴ, ഒരു ഇത്തിരി നേരം തോർച്ച, അങ്ങനെയൊക്കെ കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഗാർഡനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വലിയ ആർഭാടമായ ഗാർഡനൊന്നുമല്ല കേട്ടോ, ഒരു പാവം പിടിച്ച ഗാർഡൻ. ഉള്ള സ്ഥലത്ത് കുറച്ച് ചെടികൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ജറബറയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കളുണ്ടാവും. ഇടയ്ക്കെന്നല്ല, എന്നും പൂവുണ്ടാവും. ഈ ഒരു പൂവ് നാശമാകുമ്പോൾ അടുത്ത മുട്ട് പൂവായി മാറാറായിട്ടുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ജറബറ. പിന്നെ ഇതെൻ്റെ ബിഗോണിയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ്. ഓവർ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ ആൾക്ക്. ഇങ്ങനെ 50% വെയിൽ, 50% തണൽ, അങ്ങനെയൊക്കെ മതി കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ കറക്റ്റ് കെയറിങ് എനിക്കറിയില്ല. ഈ ഒരു ടർട്ടിൽ വൈൻ്റെ പോട്ടിൽ കടന്നലിൻ്റെ കൂടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുത്ത് കിട്ടണ കാരണം ഈ പ്രാവശ്യം ഞാൻ അത് അനക്കേ ഉണ്ടായില്ല. ഇന്ന് ചെന്നപ്പോൾ എൻ്റെ കൂടൊക്കെ താഴ്ത്ത് കിടക്കണം കേട്ടോ കടന്നൽ. അപ്പോൾ ആ കൂടൊക്കെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ വേഗം തന്നെ പോട്ടൊന്ന് റീപ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടർട്ടിൽ വൈൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ടർട്ടിൽ വൈനും. അപ്പോൾ അത് ഈ ഒരു ടർട്ടിൽ വൈൻ്റെ വയലറ്റ് വെറൈറ്റി ഇല്ലേ, അത് ഇന്നലെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. ഇത് പിന്നെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതും ഞാൻ ഇന്ന് രാവിലെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഉറങ്ങിയ നേരത്ത് ഇതൊക്കെ വന്ന് വേഗം ഹാങ് ചെയ്ത് ഇട്ടു. ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ വെക്കാനും ചെടികളെങ്ങനെ നോക്കി നിൽക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഉറങ്ങിയ നേരത്ത് ഓടി വന്ന് ചെയ്തതാണിത്. ഇത് ബിഗോണിയ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പിടിപ്പിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിൽ നിറച്ച് പൂവെന്ന് വന്നപ്പോൾ നിറച്ച് പൂവ് മീൻസ് അതിൻ്റെ ഉള്ളിലൊക്കെ മുട്ടുകളുണ്ട് കേട്ടോ. ഇനി നാളത്തേക്ക് ഇതിൻ്റെ ഇരട്ടയായിട്ട് വിരിയും ഞാൻ വരുമ്പോഴേക്കും. ഇതൊക്കെ ടെറസിലാണല്ലോ, അപ്പോൾ എന്നും വരുമ്പോൾ ഇവരൊക്കെ നിരീക്ഷിച്ച് നിൽക്കലാണ് പണി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടർട്ടിൽ വൈൻ്റെ മദർ പ്ലാന്റ്. ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്തിട്ടാണ് ആ ഒരു ചെറിയ അപ്പുറത്ത് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പോട്ടിൽ നിറച്ച് കൊടുത്താണത്. അപ്പോൾ ഇന്നത്തെ പണികൾ, ആമിക്കുട്ടി ഉറങ്ങിയ നേരത്ത് ഇതായിരുന്നു ഇന്നത്തെ പണികൾ കേട്ടോ. ഈ ഒരു ഓർക്കിഡ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇതിൽ നിറച്ച് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കണം. ഓർക്കിഡിൻ്റെ പോട്ട് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇനി അത് നടണം. അത് കഴിഞ്ഞ് താഴേക്ക് വന്ന് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ പണികളുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഡെയിലി വെയർ ആയിട്ട് സാരികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അരികുവശമൊന്നും അടിച്ചു കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും അത് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും അമ്മൂസ് കോളേജിൽ നിന്നൊക്കെ വന്നു. അപ്പോഴേക്കും അച്ചൂസ് സ്കൂളിൽ നിന്ന് വരാറായി. പിന്നെ ചായയൊക്കെ വെച്ച് അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ സ്റ്റിച്ചിങ് റൂമിലും കുറച്ച് ചെടികളുണ്ട് എനിക്ക്.